കേരളം ഒരുപക്ഷെ വലിയൊരു പ്രശ്നം നേരിടാറുണ്ട് പലപ്പോഴും, പ്രത്യേകിച്ച് നിങ്ങളിൽ പലരും. വെരിക്കോസ് വെയിൻ സർജറി, അതിൻ്റെ പിന്നാലെയുള്ള ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുക, വല്ലാത്ത ബുദ്ധിമുട്ട്, ആകെ പ്രശ്നങ്ങൾ, വല്ലാത്ത വേദന. ഇതൊന്നുമില്ലാതെ വെരിക്കോസ് വെയിൻ വെറും 15 മിനിറ്റ് കൊണ്ട് സർജറിയെ ഒഴിവാക്കി തിരികെ നടന്ന് വീട്ടിലേക്ക് പോകാനുള്ള ഒരു ഗംഭീര സാധനമുണ്ട്. അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണമല്ലോ. അതാണ് ഇന്നത്തെ വരവിൻ്റെ ഉദ്ദേശം. ഞാൻ നമ്മുടെ സ്വിസ്റ്റൺ മെഡ് കെയറിലാണ്. അതായത് തിരുവനന്തപുരത്ത് ഇപ്പോൾ അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു സൗകര്യവും നമുക്ക് വേണ്ടിയിട്ട് ഒരു സംവിധാനവും അവരൊരുക്കിയിട്ടുണ്ട്. പലപ്പോഴും വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നുണ്ടല്ലോ, സർജറി, അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു. മാത്രമല്ല, കോട്ടയ്ക്കലാണ് ഇതിൻ്റെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഡോക്ടർ ഉള്ളത്. അപ്പം അദ്ദേഹത്തെ കാണാനായിട്ട് നമ്മൾ ഇവിടുന്ന് കോട്ടയ്ക്കൽ വരെയൊക്കെ പോകണമായിരുന്നു. പക്ഷേ ഇനി ആ ബുദ്ധിമുട്ടേ ഇല്ല. നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഡോക്ടറെ കാണണ്ടേ? ഡോക്ടർ മാത്രമല്ല, അതിൻ്റെ പ്രൊസീജിയറും നമ്മൾ ഒരുമിച്ച് കാണാൻ പോകണം. വായി ഡോക്ടർ തഹസിൻ നെടുവഞ്ചേരി ഒരുപാട് കാത്തിരുന്നൊരു മനുഷ്യനാണ് കേട്ടോ. ഒന്ന്, നിങ്ങളൊക്കെ ഒരുപാട് വീഡിയോകളിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ പക്ഷേ ഇദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ ആഗ്രഹിച്ചത് വെരിക്കോസ് വെയിൻ എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ പലർക്കും ഉണ്ട്. അല്ലെങ്കിൽ ചിലർ കൂടുതൽ പഠിച്ചിട്ടുണ്ട്. ഈ സ്യൂഡോ സയൻസ് ഒക്കെ പറയുന്ന പോലെ ഇതിനെക്കുറിച്ച് ഗൂഗിൾ ചെയ്ത് ആവശ്യമില്ലാത്ത അറിവുകൾ. നമുക്കിതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം. വളരെ മനോഹരമായി 15 മിനിറ്റ് കൊണ്ട് വന്നിട്ട് തിരിച്ച് നടന്ന് സർജറി ഇല്ലാതെ പോകുന്ന പ്രോസസ്സ് എന്ത് എന്ന് കാണണം. അതിന് വേണ്ടിയിട്ടാണ് ഡോക്ടറെ കാണാൻ വന്നത്. ഭയങ്കര തിരക്കുള്ള മനുഷ്യനാണ്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ തിരക്ക് അദ്ദേഹം വളരെ ബ്രില്യൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. പുള്ളിക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മാനേജ് ചെയ്യും. 2, വളരെ രസകരമായി എൻജോയ് ചെയ്താണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രോസസ്സും നടക്കുന്നത്. അതായത് ആ കിടക്കുന്ന പേഷ്യൻറ്റിനും പ്രശ്നമില്ല, നമുക്ക് ഈ അതിൻ്റെ സപ്പോർട്ടിങ് ടീമിനും പ്രശ്നമില്ല, അദ്ദേഹവും അത് ആസ്വദിക്കുന്നുണ്ട്. ഡോക്ടർ, എന്താണ് ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്? മലയാളിക്കിടയിൽ ഒരുപാട് കൂടി വരുന്നു. എന്തൊക്കെയാണ്? നമുക്ക് കാലിൻ്റെ ഉള്ളിൽ, ഹാർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പോയ രക്തം തിരിച്ച് കയറി വരുന്നതിനാണ് വെയിൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കാലിൻ്റെ ഉള്ളിലത്തെ വെയിന് ഏറ്റവും ഉള്ളിലുള്ള വെയിനിലൂടെയാണ് അത് മേലേക്ക് കയറി വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രഷർ നമ്മൾ നിൽക്കുമ്പോൾ താഴത്തേക്ക് നല്ല പ്രഷർ ഉണ്ടാവും. ആ പ്രഷർ, ഏറ്റവും ഉള്ളിലുള്ള പ്രഷർ പുറത്തത്തെ വെയിനിലൊന്നും വരാൻ പാടില്ല. അപ്പൊ ഈ ഏറ്റവും ഉള്ളിലുള്ള വെയിനിലേക്ക് പുറത്തുനിന്ന് ഇങ്ങനെ ബ്ലഡ് വരണം, പക്ഷെ ഇങ്ങോട്ടേക്ക് പോകാൻ പാടില്ല. അവിടെ വാൽവുകളുണ്ട്. ഈ വാൽവ് ലീക്ക് ആവുമ്പോൾ ഈ ഏറ്റവും ഉള്ളിലുള്ള വെയിനിന്റെ പ്രഷർ പുറത്തേക്ക് വരും. മനസ്സിലായി. പുറത്തുനിന്നാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുക സ്കിന്നാണ്. സ്കിന്നിൽ ഈ വാൽവ് പ്രഷർ കയറുമ്പോൾ സ്കിന്നിന് ഡാമേജ് തുടങ്ങും, ചൊറിച്ചിൽ വരാൻ തുടങ്ങും, അതേപോലെ അൾസർ വരാൻ തുടങ്ങും, ഭയങ്കര പ്രയാസം, കുറേ നേരം നിൽക്കുമ്പോൾ കഴച്ചിൽ വരും. മനസ്സിലായി. അതേപോലെ പുറത്ത് നമുക്ക് ഈ പുറമെ കാണുന്ന ചില വെയിനുകൾ വലുതായി കാണാം. അപ്പൊ പുറമേയുള്ള വെയിൻസിന്റെ സാധാരണ സൈസിനേക്കാളും പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഈ വെയിൻ വലുതാവും. വെയിൻസ് വീതിക്ക് വലുതാവുമ്പോൾ നമുക്ക് തടിയിൽ കാണും. നീളത്തിൽ വലുതാവുമ്പോൾ കാല് വലുതാവില്ലല്ലോ. വെയിൻ വലുതാവുമ്പോൾ എന്തുണ്ടാവും? വെയിൻ ചുരുളാൻ തുടങ്ങും. കാരണം അതിന് നിൽക്കണ്ടേ, പ്രഷർ താങ്ങണ്ടേ, അതിന്റെ സ്പേസ് വേണം. അപ്പൊ അങ്ങ് ചുരുണ്ട് വരും. അങ്ങനെ ഈ ചുരുണ്ടിട്ടുള്ള വെയിനാണ് ആളുകളുടെ കണ്ണിൽ വെരിക്കോസ് വെയിൻ. പക്ഷെ ഒരു കാലിൽ ഒരു പുറത്ത് ഒരു ഡാമേജും ഇല്ലാത്ത സമയത്തും ഉള്ളിൽ ചിലപ്പോൾ വെരിക്കോസ് ഉണ്ടാവും, നമ്മൾ അറിയില്ല. അപ്പൊ വെരിക്കോസിന്റെ ഏറ്റവും വലിയ പ്രശ്നം പലപ്പോഴും അതിന് ലക്ഷണങ്ങൾ ലേറ്റ് ആയിട്ട് തുടക്കത്തിൽ വരില്ല. നമുക്ക് ഓരോ ആളുകൾക്കും പോയിട്ട് സ്കാൻ ഇങ്ങനെ ചെയ്ത് നോക്കാൻ പറ്റും, നടക്കൂല. അതേസമയം നമ്മൾ ലേറ്റായി കണ്ടെത്തിയില്ല, വെരിക്കോസ് ഉണ്ട്, അത് സ്കിന്ന് വന്നു, സ്കിന്നിൽ കേട് വന്നു, സ്കിന്നിന്റെ കളർ മാറി, സ്കിന്നിന്റെ ടിഷ്യൂ ഒക്കെ ഡാമേജ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെരിക്കോസ് മാറ്റിക്കുക, വെരിക്കോസ് മാറി, പക്ഷേ ടിഷ്യൂ അപ്പൊ എന്ത് ചെയ്യും? ഇദ്ദേഹത്തിന് മരിക്കുന്നവരെ അയിമ ചൊറിഞ്ഞിരിക്കും. ഈ ചൊറിച്ചില് വേദന, വെരിക്കോസ് പോകും, പക്ഷെ അതിന്റെ ബുദ്ധിമുട്ട് പോകില്ല. അല്ല, അപ്പൊ ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് വെച്ചാൽ പേഷ്യൻസ്, വെരിക്കോസ് ഉള്ള പേഷ്യൻസിനെ ചികിത്സിക്കാണ്ട് പറ്റൊന്നുമില്ല. അവർ ചികിത്സിക്കും, എപ്പോഴായാലും ചികിത്സിക്കും, അത് ഇന്നല്ലെങ്കിൽ നാളെ ചികിത്സിക്കും. പക്ഷെ ആ ചികിത്സ നേരം വൈകുമ്പോൾ നമ്മൾ ഈ ചെയ്തതിന്റെ ഗുണം ഫുള്ള് കിട്ടില്ല. കറക്റ്റ്. സമയലാഭമുണ്ട്, ആരോഗ്യത്തിന് വലിയ ബുദ്ധിമുട്ടുകളില്ല, നമുക്ക് കോൺഷ്യസ് ആയിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും. എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്, ഡോക്ടർ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ ഒരു പ്രൊസീജിയറിന് ഡോക്ടർ വന്നാണെന്ന് അറിയാം. അപ്പോൾ ആ പ്രോസസ്സ് എങ്ങനെയാണെന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ഷൂട്ട് ചെയ്യണമെന്നും ആഗ്രഹം. മെട്രോണിക് എന്ന കമ്പനിയുടെയാണ്, വെനാസിൽ നിന്ന് കിറ്റ്. ഇത് US ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമ്മളത് തുറന്നിട്ട് ആ കിറ്റ് വെച്ചിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്യണം. ഈ കിറ്റിന്റെ ഉള്ളിൽ ഇവിടെ ഒരു ഗണ്ണുണ്ട്, അതേപോലെ കുറേ ട്യൂബുകളുണ്ട്, പിന്നെ ഈ ഗ്ലൂ ഉണ്ട്, സിറിഞ്ചുകളുണ്ട്. ഇതാണ് കിറ്റ്. ഇനി അത് നമ്മൾ ഓരോന്നും ഇങ്ങോട്ട് തുറക്കും. അതിന് ഉപയോഗിക്കുന്ന ഗണ്ണാണ് ഇത്, അതിനുപയോഗിക്കുന്ന ഒരു വയറാണ് ഇത്, അതിനുപയോഗിക്കുന്ന പുറത്തുള്ളൊരു ട്യൂബാണ്, അതിനുപയോഗിക്കുന്ന ഉള്ളിലുള്ള ട്യൂബാണ്, പിന്നെ അതിനുപയോഗിക്കുന്ന ഗ്ലൂ, നമ്മൾ ഈ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന പശ ഇതാണ്. ഇതാണ് ഇതിലത്തെ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച സാധനം. കുറച്ചേ കിട്ടും.
പിന്നെ അതിന് വേണ്ട സിറിഞ്ചുകൾ, അതേപോലെ അതിന് വേണ്ട നീഡിലും കാര്യങ്ങളും. ഈ ട്യൂബാണ് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇടുന്നത്. കാരണം പുള്ളിയുടെ വെയിൻ അത്ര വലിപ്പമില്ല, എസ്പെഷ്യലി താഴത്തോട്ട് ഇവിടെ. പക്ഷെ ഞാനത് വിട്ടാൽ ഭാവിയിൽ പുള്ളിക്ക് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ താഴ്ന്ന് തന്നെ പിടിക്കണം. പക്ഷെ ആ താഴ്ന്ന് പിടിക്കുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ ചെറിയ വെയിൻ്റെ ഉള്ളിൽ കൂടി ഈ സാധനം കയറ്റുമ്പോൾ കുറച്ചൊരു ഡിസ്കംഫർട്ട്. സാധാരണ വലിയ വെയിനാണെങ്കിൽ അറിയ പോലുമില്ല. വലിപ്പമുള്ളടത്ത് പിടിക്കാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളുടെ റിസൾട്ട് മോശം. നമുക്ക് ഭാവിയിൽ ഇതൊരു ശല്യമാവും. അത് വേണ്ട. ശ്വാസം വലിച്ചു വിട്ടോ നല്ലോണം. പെട്ടെന്ന് വലിച്ചു വിട്ടെ. സ്പീഡിൽ വലിച്ചു വിട്ടെ. നല്ലോണം വലിച്ചു വിട്ടെ. ഫാസ്റ്റായിട്ട് വലിച്ചു വിട്ടെ. കഴിഞ്ഞോ? ഇനി വേനില്ല. അറിഞ്ഞില്ല നമ്മള്. ഈ ട്യൂബ് നമ്മൾ അവിടെ എത്തിച്ചതാണ്. ഇപ്പൊ കറക്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ പണി തുടങ്ങണം. നമ്മൾ വെരിക്കോസ് ചെയ്യണത് ഈ കാലിന്റെ മേലെ മുതൽ താഴെ വരെ ചെയ്യണം. അപ്പൊ നമ്മൾ കാലിന്റെ ഏറ്റവും അടിയിലുള്ള വെയിനിന്റെ ഉള്ളിലാണ് ഇത് കയറണം. മനസ്സിലായി. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞെരിയാണിയുടെ അടുത്താണ് ഞാൻ കയറി. അപ്പൊ എന്ത് പറ്റുവെച്ചാല് ഈ വെയിൻ ഇത് മുതൽ ഏറ്റവും മേലെ വരെ നമുക്ക് ചികിത്സിക്കാം. മനസ്സിലായില്ലേ? പക്ഷെ നമ്മളിപ്പോ ഒരു RF അബ്ലേഷനോ അല്ലെങ്കിൽ ലേസറോ ആണ് ചെയ്യണം വിചാരിക്കാം, ചൂടാക്കണേ. അതാണെങ്കിൽ ഇവിടുന്ന് ചികിത്സിക്കാൻ പറ്റും മേലേക്ക്. മനസ്സിലായി. ഇത്ര താഴെ വരാൻ പറ്റില്ല. ഇവിടുന്ന് മേലേക്ക് മാത്രം ചികിത്സിക്കാം. മനസ്സിലായി. ഇതാകുമ്പോ ഇവിടുന്ന് മേലേക്ക് ചികിത്സിക്കാം. എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ ഒരു ഏരിയയില് ഈ വെയിനിന്റെ തൊട്ടടുത്ത് കൂടിയാണ് ഞരമ്പുകൾ പോണത്, നെർവ് പോണത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് മറ്റേ ലേസറോ RF എടുത്ത് ചൂടാക്കി കഴിഞ്ഞാൽ ആ ചൂട് പുറത്തേക്ക് പോയിട്ട് ആ നെർവിന് ഡാമേജ് ഉണ്ടാക്കും. മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ റിസ്ക് എടുക്കണ്ടെന്നുള്ളതുകൊണ്ട് ഇവിടുന്ന് ചികിത്സിക്കും. മനസ്സിലായി. വിനാസിയിലല്ലായിരുന്നു ചെയ്യണമെന്ന് വിചാരിക്കാം, ഇവിടുന്ന് മേലക്കേ പോകാൻ പറ്റും. ഇതിന്റെ താഴത്തേക്ക് വരുമ്പോ ഞരമ്പ്. ഇതാണ് ഒരു ക്ലാസ് ഡിഫറൻസ്. മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ആ ട്യൂബ് ഇട്ടിട്ട് ഉള്ളിലേക്ക് അടയ്ക്കുന്നതാണ്. ഞാൻ കാണിച്ചത്. സിറിഞ്ച് കണക്ട് ചെയ്തു. ഈ സിറിഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ഇതിന്റെ ഉള്ളിലേക്ക് ഗ്ലൂ കൊണ്ടുവന്നു. ഇനി ഇത് വെച്ച് അടിക്കുമ്പോൾ കറക്റ്റ് ml by ml 0.1 ml ആണ് വരിക. അതിന്റെ അപ്പുറത്തേക്ക് വരിക. കൈകൊണ്ട് ഇഞ്ചക്ട് ചെയ്ത എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കൈകൊണ്ട് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ നമുക്കിത് മൊത്തത്തിൽ കിട്ടണം. അതിന് വരെ ഫുൾ ഗ്ലൂ കൂടി ഇവിടെ പോകും. ഇവിടത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായി. ഇത് വരില്ല. കറക്റ്റ് അളവിലെ ഗ്ലൂ പുറത്തു വരുള്ളൂ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണം നോക്കൂ. നമ്മൾ ഒരു മില്ലിമീറ്റർ വെച്ച് ഇത് വലിക്കുകയാണ്. ഇദ്ദേഹം ഇത് ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ അമർത്തി പിടിച്ചിട്ട് പശ വെച്ച് ഒട്ടിക്കുകയാണ്. നമ്മൾ പേപ്പർ എങ്ങനെ ഒട്ടിക്കാം? ആദ്യം പശ 2 പേപ്പറിന്റെ ഉള്ളിലാക്കും. എന്നിട്ട് അതിന്റെ മേലെ ഒരു ബുക്ക് കയറ്റി വെക്കൂലേ? അതേപോലെ നമ്മൾ ഈ പ്രഷർ കൊടുത്ത് അവിടെ നിന്ന് ഇഞ്ചക്ട് ചെയ്ത് താഴത്തേക്ക് വരുന്നു. ഇത് കംപ്ലീറ്റ് ഇഞ്ചക്ട് കഴിയുമ്പോൾ പ്രൊസീജിയർ കഴിയും. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് ദൂരം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എവിടെ കുത്തിയെന്ന് കണ്ടുപിടിക്കാൻ തന്നെ ഭയങ്കര പാടാണ് അല്ലെ? ശരിക്കും ഇവിടെ ഒരു ചെറിയൊരു പോയിന്റ് കാണുന്നുണ്ടോ? ഇവിടെയാണ് ആകെ കുത്തിയിരിക്കുന്നത്. ഒരു റോസയുടെ മുള്ളിന്റെ അത്ര ഇവിടെ നമ്മൾ ഇനി ഒരു ബാൻഡേഡ് ഇല്ലേ, ബാൻഡേഡ് ഒട്ടിച്ച് വിടും. ചെറുത് ബാൻഡേഡ് ഇല്ല, പിള്ളേര് കഴിഞ്ഞ ഒന്നുമില്ല. ഒരു ബാൻഡേഡ് ഒട്ടിച്ച് വിടും. നാളെ ഉച്ചയാകുമ്പോഴേക്കും അതെടുത്ത് കളഞ്ഞ് രാവിലെ അതൊക്കെ എടുത്ത് കളഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പുള്ളിയുടെ വർക്ക് എന്താ വേണ്ട വെച്ചാൽ ചെയ്യാം. അതായത് വർഷങ്ങളായിട്ട് പേഷ്യൻസ് അനുഭവിച്ച ഒരു വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ, ഭീകരത. പണ്ട് ഞങ്ങളൊക്കെ MBBS പഠിക്കുമ്പോൾ മേജർ ഓപ്പറേഷൻ തിയേറ്ററിൽ അനസ്തീഷ്യ ഫുള്ള് കൊടുത്ത് പേഷ്യന്റിനെ കിടത്തി മുറിച്ച് ചെയ്തിരുന്ന ഈ സാധനം ഇപ്പൊ ഒരു ചെറിയൊരു ICUവിന്റെ ചെറിയൊരു സ്ഥലത്ത് ചെറിയൊരു റൂമിൽ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ റൂമിൽ പേഷ്യന്റ് രാവിലെ വന്ന് ചെയ്ത് 15 മിനിറ്റ് കഴിഞ്ഞ് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ അത്രക്ക് സിമ്പിൾ. എങ്ങനെയുണ്ട് ഡോക്ടറുടെ കൺസൾട്ടേഷൻ മുതൽ ഈ പ്രോസസ്സ് തീരുന്നത് വരെയുള്ള? നന്നായിരുന്നു. എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ. പക്ഷേ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തന്നെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അതെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, അവർ സ്വാഭാവികമായിട്ടും രണ്ടാമതൊരു ചിന്തയായിരിക്കും, വെരിക്കോസ് ഉണ്ട്, കാണിക്കണോ, ട്രീറ്റ് ചെയ്യണോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടാവും. എന്താണ് ഷിബുവിന്റെ ഒരു മെസ്സേജ് അവരോട്? അല്ല, എനിക്കും വലിയ അങ്ങനെ ബുദ്ധിമുട്ടുകളോ കാലുകഴപ്പോ അങ്ങനെയുള്ള സ്ഥിരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ള ആളല്ല ഞാൻ. ഇടയ്ക്ക് കുറച്ചു നേരം നിൽക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ആ ഒരു കാലുകഴപ്പ് വല്ലപ്പോഴും മാസത്തിൽ 1-2 ദിവസമൊക്കെ കാലുകഴപ്പ് വരും. പക്ഷെ എനിക്ക് ഈ സ്കിന്നിന്റെ കളർ വ്യത്യാസം വന്നു തുടങ്ങി. പിന്നെ സ്കിന്നിൽ കുറച്ച് വെയിൻ കുറച്ചൊന്നും ഇല്ലാതെ വന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ആ സമയത്ത് തന്നെ കാണുകയും അപ്പൊ തന്നെ ഞാൻ ഇവിടെ വന്ന് സാറിനെ കണ്ടു. ലാസ്റ്റ് മന്താണ് കണ്ടത്. അപ്പോൾ കുറച്ച് ഇപ്പൊ ഈ സമയത്തുണ്ട് എന്ന് പറഞ്ഞു, പ്രൊസീജിയർ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടേക്ക് വരുന്നത്. വന്നു ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് രാവിലെയൊക്കെ ഞാൻ ബാക്കി ഡോക്ടേഴ്സിനെ കുറച്ച് സംസാരിക്കും. കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു പ്രൊസീജിയറിന് തന്നെ നിൽക്കുന്നത്, ഇങ്ങനെ ബെഡിൽ കിടക്കും. അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പൊ അത്രയും പോലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. പെയിനോ കാര്യങ്ങളോ എടുക്കണ അത്ര ബുദ്ധിമുട്ട് പോലും ഈ ഒരു മുമ്പ് എന്നോട് ഒരു പേഷ്യന്റ് പറഞ്ഞിട്ടുണ്ട്, ഞാനിത് വെരിക്കോസ് വെയിൻ സ്റ്റാർട്ട് ചെയ്ത കാലഘട്ടം 5-6 കൊല്ലം മുമ്പ് US പഠിച്ചു വന്ന്
ഞാൻ 5ാമത്തെ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ പേഷ്യൻ്റെ അടുത്ത് തന്നെ ഫീഡ്ബാക്ക് എടുക്കും. ഈ കമ്പനിക്കാർ പറയണമെന്ന് നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റില്ല, പേഷ്യന്റ് പറയണതാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിപ്പോ അവരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചേ വേദന ഉണ്ടോ സാറേ, എന്റെ കൈ കുത്തിയിലെടുത്ത വേദന, സാറ് കുത്തിനോടത്ത് വേദന ഇല്ലെന്നാ. ശരി, അതെ ഇവിടെ വന്നിട്ട് 3 തവണ നമ്മൾ കത്തീറ്റർ പറ്റി. കയ്യിൽ കുത്തിയോടത്താണ് വേദന, സാറ് കുത്തിനോടത്ത് ഒരു വേദനയില്ല. നിങ്ങൾ ആലോചിച്ച് ആ ഒരു നമ്മൾ ഇതുവരെ കണ്ടുവന്നിട്ടുള്ള ട്രഡീഷണൽ ആംബിയൻസിലുള്ള ഭയങ്കര സർജറി, ആ ഒരു തിയേറ്റർ വൈബ്, അതൊന്നുമല്ല. വളരെ സൗഹാർദ്ദപരമായി നമ്മുടെ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹം മനസ്സിലാക്കുകയും ആ ബുദ്ധിമുട്ടിനെ ഇദ്ദേഹം ഈ പ്രോസസ്സ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഇദ്ദേഹത്തിനോട് വലിയൊരു അറ്റാച്ച്മെന്റ് തോന്നിയത്, ഇതേ ഇവിടെ പറയുന്നുണ്ടായിരുന്നു, ഇത് ഇച്ചിരി പഴക്കമുള്ളതാണ്, നമ്മളത് ഇപ്പം ചെറിയൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും, പക്ഷെ ഇപ്പം നമ്മളത് ചെയ്താൽ ഷിബുവിന് ഭാവിയിൽ പ്രശ്നമല്ല. അതെല്ലാവരും പറയില്ല, അത് അത്രയും ആ എക്സ്പീരിയൻസിൻ്റെയോ അതല്ലെങ്കിൽ ആ ഒരു മനുഷ്യത്വം എന്നൊരു എലിമെന്റും കൂടി അതിനകത്തുണ്ടല്ലോ. ഇപ്പം എങ്ങനെ വണ്ടി ഓടിച്ചു പോവോ, നടന്നു പോവോ, ഓടിപ്പോവോ, എന്താ അവസ്ഥ? വണ്ടി ഓടിച്ചിട്ട് പോവാം. നിങ്ങൾക്കും ഈ പറഞ്ഞ ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് വെച്ചോണ്ടിരിക്കരുത്.